ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദാന ശൃണ്വന്നോതിവിശ്രിതസാദനം. ഓം ഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാംകുശപാശാം ഗീരിഹരാം പ്രഭജേത് ഭുവനേശ്യോമി. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശാവിധൃതജപവടീകാ പുസ്തകാ വേദഹസ്ത അഭയവരകരഢ്യാഹുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി പാലാ നിത്യകല്യാണശീലാമീ. നാരായണം ജാലാകരാളമത്യുഗ്രം ന ശേഷാസുരസൂതനം തൃശൂലം വാതുനോ ഭീതേ. ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി. ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. ഓം നമഃ ശിവായ നമഃ. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമഃ. ഓം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. വ്യത്യസ്ത മൂർത്തികളെയെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തെ കാണിക്കുകയാണ്, വൈരുദ്ധ്യത്തെ അല്ല. ഉദ്ഘാടനം ചെയ്തു തന്ന പൂജനീയ സ്വാമികൾ സത്ത്, സ്വരൂപം, ആനന്ദം, സരസ്വതി നാലും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കടന്നുകൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മൗഢ്യം ബാധിച്ചിരിക്കുന്നതിൽ നിന്ന് രക്ഷ നേടണമെന്നാണ്. മൗഢ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ, സനാതന ധർമ്മികൾ, ഋഷീശ്വരന്മാരുടെ പുത്രന്മാർ നമ്മൾ. ഈ മൗഢ്യം തന്നെ ഉണ്ടാക്കിയത് സ്വയംകൃത അനർത്ഥമാണ് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നാം മനസ്സിലാക്കി. സ്വയംകൃത അനർത്ഥമാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഗീതാഭാഷ്യത്തിലൂടെ സന്യാസികൾ അനുഷ്ഠിക്കേണ്ടതും ഗൃഹസ്ഥാശ്രമങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം വിശദമായിട്ട് പ്രതിപാദിച്ചു തന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുക. അത് ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ എങ്ങനെ? ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ ആശ്രമം അത് പാലിക്കാതെ നിവൃത്തിയില്ല. ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും അന്വേഷണീയമായിരിക്കുന്ന ആദ്യത്തെ പടിയാണ് ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യത്തിൻ്റെ പോരായ്മ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ നാം കണ്ട പീഡനങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ അവിടെ ആരും തന്നെ മുക്തരല്ല. ഏതായാലും കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും സന്യാസിമാർ പോലും പല പല അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ട് ബ്രഹ്മചര്യ ദീക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ പോയതിൻ്റെ ഗതികേട് നമ്മൾ കണ്ടു. എത്ര ഉദാഹരണങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെ നമുക്ക് മാതൃക എന്ന് പറയാൻ പറ്റില്ല ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ അതെല്ലാം തന്നെ പീഡനം സംഭവിക്കാൻ കാരണം എന്ത്? ബ്രഹ്മചര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തത്വവും ആ അനുഷ്ഠാനവും നമ്മൾ വിസ്മരിച്ചു പോയത് കൊണ്ടാണ്. അത് ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും ആരായാലും ചെയ്യേണ്ട കർത്തവ്യമാണ് ബ്രഹ്മചര്യ ദീക്ഷ. അപ്പോൾ സത്യത്തിൽ ബ്രഹ്മചര്യം കൊണ്ട് എന്തുണ്ടാകും? സന്യാസി ശ്രേഷ്ഠന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് കൗണ്ടനൻസ് എന്ന് പറയുന്ന ബ്രഹ്മചര്യം അതിനൊരു ക്രിയേറ്റീവ് പവറുണ്ട്, സർഗാത്മകത. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല പോരായ്മകൾക്കും കാരണം ബ്രഹ്മചര്യത്തിൻ്റെ ദീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് പലവട്ടം പറഞ്ഞു, ഞാൻ വിവാഹിതനാണെങ്കിലും ബ്രഹ്മചാരിയാണോ എന്ന്. വിവാഹിതനാണ് എങ്കിലും ബ്രഹ്മചാരിയാണ്. പക്ഷേ സർവശ്രീ വാജ്പേയി പറഞ്ഞത്, ഞാൻ വിവാഹിതൻ അല്ല എങ്കിലും ബ്രഹ്മചാരി അല്ല. ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രയോഗങ്ങളാണ്. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചൊരു വ്യക്തിക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. അലങ്കോലപ്പെട്ട
ഈ സെക്ഷുവലായിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ അരാജകത്വം അതെല്ലാം തന്നെ മാറ്റിവെച്ചാൽ നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിലും ഈ പറയുന്ന ബ്രഹ്മചര്യമാകാം. കാരണം അത് കടുത്ത ശക്തിയുടെ ഉറവിടമാണ്. നേരെ പ്രാണനെന്നും ഊർജമെന്നുമെല്ലാം തന്നെ സ്വാമികൾ പറഞ്ഞ പ്രയോഗത്തിൽ നിന്നും ഈ പ്രാണോർജത്തെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ചെറുപ്പകാലത്ത് ബ്രഹ്മചര്യം ദീക്ഷിച്ച് നാം ഒരു പ്രത്യേക സമ്പ്രദായത്തിലേക്ക് വരണം. പ്രാണായാമാദി കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചിരിക്കണം. കൊറോണ എന്ന് പറയുന്ന ഈ COVID-19 അത് വാസ്തവത്തിൽ കൊറോണ എന്നുള്ള വാക്ക് വരുമ്പോൾ കിരീടമെന്നാണ് ആംഗലേയ പദം നമ്മെ പഠിപ്പിക്കുന്ന. കൊറോണ കിരീടമാണ്, അതൊരു ഹാലോ എന്നതില്ലാത്തൊരു പരിവേഷമാണ്. ചന്ദ്രന് ചുറ്റുമായാലും സൂര്യന് ചുറ്റുമായാലും നാം കാണുന്ന ഹാലോ അതിൻ്റെ പേരാണ് കൊറോണ. കൊറോണേഷൻ സെറിമണി എന്ന് പറഞ്ഞാൽ കിരീടധാരണ ചടങ്ങ്. അപ്പം ഈ കൊറോണ എന്ന് പറയുന്ന ജ്വരം അല്ലെങ്കിൽ കീടത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യവും ആക്രമണവും നമ്മെ നശിപ്പിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ സ്വാമിയെയും അതിനു മുമ്പ് സാധുസ്വാമിയെയും ചൂട് പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ കുറവ്. കൊറോണ എന്ന് പറയുന്ന ഭീകരസത്വം ആണോ? അത് വാസ്തവത്തിൽ നമ്മുടെ നേരെ നോക്കാൻ പോലും ശക്തമല്ലാത്ത രീതിയിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ സമ്പാദിച്ചൊരു പ്രത്യേക ശക്തി നമ്മളിലുണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നവരാത്രി കാലഘട്ടം ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം വേറൊരു വശത്തുകൂടി നമുക്ക് പറഞ്ഞു തന്നു. സാത്വികം, രാജസം, താമസം എന്ന് പറയുന്ന ഗുണങ്ങളെ ചുറ്റിപ്പറ്റി ദേവിയുടെ ത്രിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നുയർന്നു. 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വേദിയിലും നമ്മുടെ മുൻപിലായിട്ട് വലിയ ഒരു കുണ്ടം കാണുന്നുണ്ട്. പക്ഷേ ആ കുണ്ടത്തിൽ കൂട്ടുന്ന അഗ്നിയിലേക്ക്, തീയിലേക്ക് വെറുതെ ഇങ്ങനെ വലിച്ചു വാരി തീയിലിടുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയപ്പോൾ ആ ഹോമത്തിൻ്റെ പവിത്രത, മാനസിക ശക്തി കൊണ്ട് ഉണ്ടാകേണ്ട കമ്പനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ മന്ത്രത്തിൻ്റെ ധ്വനിയിലൂടെ ഈ പ്രപഞ്ചത്തിൽ സംജാതമാകേണ്ട വൈബ്രേഷൻ, അത് വാസ്തവത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള രീതിയിൽ തീയിട്ട് കൂട്ടിയിട്ട് അതും ഇതുമെല്ലാം തന്നെ വാരി തീയിലേക്ക് ഇങ്ങനെ ഇടുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് ഈ ഗണപതി ഹവനം തേങ്ങയുടെ മടൽ, ചിലയിടത്ത് ചകിരി എന്ന് പറയും, ഏതായാലും അതിട്ട് കത്തിച്ച് അതിൻ്റെ പൊതുമ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇട്ട് കത്തിക്കുമ്പോൾ മണ്ടരി എന്ന് പറയുന്ന തെങ്ങിൻ്റെ രോഗം തന്നെ മാറുമെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. തെങ്ങിൻ്റെ ചുവട്ടിൽ തെങ്ങിൻ്റെ തന്നെ ആ സാമഗ്രികളിട്ട് കത്തിച്ചതിൻ്റെ പുക അതിൻ്റെ മണ്ടയ്ക്ക് തലയിലേറ്റാൽ അതിൻ്റെ മണ്ടരി എന്ന് പറയുന്ന രോഗം മാറുപോലും. അപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ഹോമാദി കാര്യങ്ങളിൽ ഹോമദ്രവ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മേലരി എന്ന് പറയുന്ന സംഗതി പോലും അതെല്ലാം തന്നെ കത്തിയെരിഞ്ഞുണ്ടാകുന്ന ആ ധൂമപടലങ്ങൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന കീടങ്ങളെയും അണുക്കളെയും എല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ളത് അസംശയം നമുക്ക് പറയാൻ കഴിയും. അതും പോയി. അപ്പോൾ ഈ ഹോമാദികൾ പഠിക്കുന്നുണ്ട്, പൂജാദികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ താത്വികമായിട്ടുള്ള വിശകലനമില്ലാതെ മാനസികമായിട്ടുള്ളൊരു ശക്തിവിശേഷം സമാർജിക്കാതെ നമ്മൾ തികച്ചും മെക്കാനിക്കൽ, യാന്ത്രികമായിട്ട് ചെയ്തു പോരുന്നത് അതാണ് നമുക്ക് പറ്റിയ സ്വയംകൃത അനർത്ഥം. വേദങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടർ വേദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പോയത് കൊണ്ടല്ലേ ഇന്ന് ഭാരതവർഷത്തിൽ ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു ആധിപത്യം വന്നത്. അവർ തന്നെയാണ് അങ്ങോട്ടേക്ക് മാറി ഓടിപ്പോയത്. ഒരു ഹിന്ദു എന്ന് അഭിമാനിക്കത്തക്ക യോഗ്യതയുള്ള സവർണൻ എന്ന് പറയുന്ന ഒരു കൂട്ടരെ വേദവും കക്ഷത്തിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ അവർ പിന്നാലെ പോയത് കൊണ്ടല്ലേ ഇതെല്ലാം തന്നെ ഇവിടെ സംജാതമായത്. അപ്പോൾ പണ്ട് മുതൽക്കേ നമ്മൾ പഠിക്കേണ്ടത് പഠിക്കാതെയും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാതെയും അവരവർ ചെയ്യേണ്ട സ്വധർമ്മ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വേണ്ട രീതിയിൽ ചെയ്യാതെയും പോയതിൻ്റെ ഒരു സ്വയംകൃത അനർത്ഥം. വെളുക്കാൻ തേച്ചത് പാണ്ടാകുക, അതേ രീതിയിൽ സംഭവിച്ചതാണ് ഇന്നത്തെ ഗതികേടിന് കാരണം. കൊറോണ പോലും അത്തരത്തിലുള്ള ഈ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ലോകം മുഴുവനൊന്ന് പരിശോധിച്ചു നോക്കൂ. വൃത്തികെട്ട പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളും സംസ്കാര ശൂന്യതയുമല്ലാതെ മറ്റു വല്ലതും കാണാനുണ്ടോ ഇവിടെ? സന്ദർഭവശാൽ എടുത്ത് ഒരു വ്യംഗ്യഭാവത്തിൽ സ്വാമികൾ പറഞ്ഞു, സ്വർണം അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ സ്വർണം പോലെ തന്നെ മദ്യം അതിൻ്റെ പ്രത്യേകത. ഇവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ ഗുരുദേവൻ ഭംഗിയായിട്ട് പാടിത്തന്നു. കാളി നാടകത്തിൽ പണം പെണ്ണിലും മണ്ണിലും ചെന്നുപൊക്ക് ആശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു പോവാൻ അയക്കല്ല. സന്യാസി ശ്രേഷ്ഠനായിരിക്കുന്ന അദ്വൈതത്തിന്റെ പരമഘട്ട അലങ്കരിക്കുന്ന ഗുരുദേവൻ പോലും കാളി നാടകം രചിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് കാളി നാടകമൊന്നും ആവശ്യമില്ല. എങ്കിൽ തന്നെ നമുക്ക് വേണ്ടി രചിച്ചു എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുമല്ല, അത് നമുക്ക്
വേണ്ടിയിട്ടാണ്. പണം പെണ്ണിലും മണ്ണിലും ചെന്നവർക്ക് ആശ്വസിച്ച് ആത്മബോധം ഗുണം കെട്ടുപോകാനായിട്ടല്ല. സ്വാമികളുടെ പ്രഭാഷണത്തിലൂടെ പണത്തിന്റെ ധനത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഗൃഹസ്ഥാശ്രമിക്ക് ആവശ്യം. ആ പണം സമ്പാദിക്കുന്നത് എങ്ങനെയായിരിക്കണം? ധർമ്മത്തിലൂടെയുള്ള ഒരു പണമായിരിക്കണം. ഇപ്പൊ ശബരിമലയിൽ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. പണ്ടേ മുതൽക്ക് ഞാൻ എൻ്റെ പ്രസംഗവേദിയിൽ പറയാറുണ്ട്, സ്വർണം പൂശി കളഞ്ഞതുകൊണ്ടാണ്. ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്തെ അബ്കാരി കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിൽ അവിഹിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ധനസമ്പാദനം നടത്തി അത് മുഴുവൻ കൊണ്ടുവന്ന് സ്വർണം പൂശി അതിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തെ അശുദ്ധമാക്കിയത് കൊണ്ടാണ് ഈ ഗതികേട് മുഴുവൻ. അവിടെയും സ്വയംകൃത അനർത്ഥമാണ്. തന്ത്രിമാരും മന്ത്രിമാരും അതുപോലുള്ള ഈ പ്രഗത്ഭ വ്യക്തികളെല്ലാവരും തന്നെ അവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കാതെ അവർ അബദ്ധ സഞ്ചാരം നടത്തുന്നതിൻ്റെ പരിണതഫലമാണ് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും. ഇനി എന്തെല്ലാം സംഭവിക്കാതിരിക്കുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പലതും വന്നുകൂടും. സ്വാമി തന്നെ സൂചിപ്പിച്ചു, ഈ കൊറോണയെ അതിജീവിച്ചാൽ അടുത്ത ഏതെങ്കിലും ഒരു വിഷാണു വീണ്ടും നമ്മളെ ആക്രമിക്കും. അതങ്ങനെ പോവുകയാണ് ഒരു ചെയിനായിട്ട്. എന്തുമാകട്ടെ, വിഷയത്തിലേക്ക് അല്പം കടന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് സാബുസ്വാമി തുടങ്ങിയ ഈ നവരാത്രി ആഘോഷം എല്ലാ തരത്തിലും പ്രാധാന്യം അറിയിക്കുന്ന ക്രിയകൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാരായണത്തിലൂടെ സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ ഉപാസിക്കാനുള്ള വിദ്യ അത് ഇട്ടു തരികയാണ്. 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത്, വായെല്ലാം തന്നെ മൂടിക്കെട്ടിയിരിക്കുന്ന കുറച്ചു പേര് മാത്രമായിരിക്കുന്ന ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തലയിൽ ഗുരുവിനെ കാണുക. നിങ്ങൾക്ക് തല തന്നിരിക്കുന്നത് വെറുതെ തോന്യാസം കാണിക്കാനും ചിന്തിച്ച് വൃത്തികെട്ട വഴിയിലൂടെ സഞ്ചരിക്കാനുമല്ല. അവിടെ ഉണ്ടാകേണ്ടത് ഗുരുസ്ഥാനമാണ്, ഗുരുവാണ് അവിടെ. പ്രത്യേകിച്ച് കുമാരനാശൻ ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ വസിക്കുന്ന ഈശ്വരനെ പറ്റി പറഞ്ഞുവെങ്കിൽ ഈശ്വരനായിരിക്കുന്ന ഗുരുവിനെ, ഗുരുവായിരിക്കുന്ന ഈശ്വരനെ, ഗുരുദേവ ശിവസ്വയം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ നമ്മൾ കാണേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. പിന്നെ മദ്യത്തിനെന്ത് പ്രസക്തി? മദ്യവും മയക്കുമരുന്നും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് തലയെല്ലാം തന്നെ മരവിച്ച രീതിയിലേക്ക് ആക്കിയ ഗുരുവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ശതധാരം ജപിച്ചുകൊണ്ട് സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ എന്ന തലയിലാണ് നമ്മൾ ഗുരുവിനെ ധ്യാനിക്കുന്നത്. ഗുരുവിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധ്യമല്ല. ഗുരുപരമ്പരയിൽ പെട്ടുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഗുരുവോർ അനുഗ്രഹീണ യോപമാൻ പൂർണ്ണ പ്രശാന്ത എന്ന് ഭാഗവതവും പ്രഘോഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഗുരു എവിടെ എന്നൊരു ഹിന്ദു പറയാൻ ബാധ്യസ്ഥനാണ്. അയാൾ സന്യാസിയായാലും ഗൃഹസ്ഥാശ്രമിയായാലും വാനപ്രസ്ഥനായാലും അയാളുടെ ഗുരു അയാളുടെ മസ്തിഷ്കത്തിലാണ്. തല എന്ന് പറയുന്ന ഈ മസ്തിഷ്കത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ഗുരുസ്ഥാനം കൊടുത്തു. ഗുരു ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷം പ്രദാനം ചെയ്യുന്നു. അതാണ് ഗുരു. ഗൗരവമുള്ളതാണ്, സ്വഗ്രേവം. ഇവിടെയും അത്തരത്തിലുള്ള തലയാണ് ഈ പറയുന്ന ശ്രീകോവിൽ. പലവട്ടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ശ്രീകോവിൽ തലയാണ്. ഇത് തന്ത്രശാസ്ത്രം. അപ്പൊ എല്ലാ തരത്തിലും തലയായിരിക്കുന്ന ശ്രീകോവിലിൽ കൂടിയുള്ളത് സാക്ഷാൽ സരസ്വതി ദേവിയെ ഉപാസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തലയിൽ ഈശ്വരനുമുണ്ട്, തലയിൽ ഗുരുവുമുണ്ട്. ശരീരത്തെ വഷളാക്കാൻ പാടുണ്ടോ? ഈ ശരീരത്തെയാണ് ശരീരമഭ്യങ്കര ധർമ്മസാധനം എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദം പഠിപ്പിച്ചതും. ധർമ്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നശിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് സ്വാമികൾ ഇവിടെ പറയുകയും ചെയ്യും. ധർമ്മ അനുഷ്ഠാനത്തിന്, കർമ്മങ്ങളുടെ നിർവഹണത്തിനെല്ലാം തന്നെ അനുപേക്ഷണീയമായിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതാണ് വാസ്തവത്തിൽ ലക്ഷ്യം. ജനിച്ചുപോയി, അതുകൊണ്ട് ധർമ്മത്തിലാണ് ജനിച്ചത് എന്നത് മറക്കാതിരിക്കുക. ധർമ്മത്തിൽ ജനിച്ചു, അർത്ഥകാമങ്ങളിലൂടെ കടന്നു, മോക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമിക്ക് മോക്ഷം കിട്ടണം, സന്യാസിക്ക് മോക്ഷം കിട്ടണം. അവ എല്ലാവർക്കും മോക്ഷം കിട്ടണം. പക്ഷേ വ്യവസ്ഥാപിതമായിരിക്കുന്ന ധർമാനുഷ്ഠാനങ്ങളാണ് അതിനുവേണ്ടി പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ചത്. അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും കിട്ടേണ്ടത് മോക്ഷമാണ്. മോക്ഷത്തിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഹിന്ദുവിൻ്റേത്. സനാതന സംസ്കാരത്തിന്റെ ലക്ഷ്യം മോക്ഷമാണ്. പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ എല്ലാ തരത്തിലും ഈ പറഞ്ഞ പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ സമ്പാദിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ ക്രമപ്പെടുത്തി, ചിട്ടപ്പെടുത്തി അത്തരത്തിൽ ജീവിക്കാനുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ബുദ്ധി നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് സാമുസ്വാമി ആയാലും പിന്നാലെ സംഭവിച്ച സ്വാമികളായാലും പറഞ്ഞത് സാധന. സാധന നല്ലൊരു പ്രയോഗം, സാധന. അപ്പോൾ സാധന എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ ഉപാസന എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു പ്രയോഗമായിട്ട് സാധിക്കാനുള്ളത്, നമ്മൾ നേടാനുള്ളത്, സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സാധന.
സാധന സാമഗ്രിയാണ് ഈ ശരീരം എന്ന് വരുമ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യട്ടെ. ഗുരുവിനെ തലയിൽ കാണുന്ന പോലെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇടതുവശത്ത് ഗുരുവിനെ കാണണം. നിങ്ങളുടെ ഇടത്തെ തോളിൽ ആര് എന്ന് ചോദിച്ചാൽ അവിടെയും ഗുരുവാണ്. ശരീരത്തിൽ തന്നെയാണ് ഗുരുവും ഈശ്വരനും എല്ലാം. നമ്മുടെ ശരീരം കിട്ടിയിരിക്കുന്നത് എല്ലാ തരത്തിലും അനുഗ്രഹീതമായിരിക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്ത് വിവേകശാലിയായിട്ടുള്ള മനുഷ്യൻ മോക്ഷം പ്രാപിക്കാനുള്ള ഈ ഉപകരണത്തെ വാസ്തവത്തിൽ അസാൻമാർഗീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ നശിക്കരുത് എന്നാണ് സ്വാമി പറഞ്ഞ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇടതുവശത്ത് ഗുരുവാണെങ്കിൽ വലതുവശത്ത് ഗണപതി. ഈ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടൊരു സ്ഥാനം ഗുരുഗണപതിമാർക്കില്ല. തലയിൽ ഗുരുവാണെങ്കിൽ താഴത്ത് ഗണപതി. അപ്പോൾ ഈ ശരീരത്തെ തന്നെ തലയിലും താഴത്തും ഇടത്തും വലത്തുമായിട്ട് നാം ഗുരുഗണപതിമാരെ കണ്ടുകൊണ്ട് ഗണപതിയുടെ അനുഗ്രഹത്തോടുകൂടി അന്തർയാമിയായിട്ടുള്ള ഈശ്വരനെ, പരമ്പൊരുളായിരിക്കുന്ന പരമാത്മാവിനെ, സാക്ഷാൽ സരസ്വതി ദേവിയെ ഹൃദയത്തിലും കാണുകയാണ്. എത്രമാത്രം ഉദാത്തമായിരിക്കുന്ന ചിന്തയാണ് ഈ ആർഷ സംസ്കാരത്തിൽ സാധനയ്ക്കുള്ളത് എന്ന് ചിന്തിച്ചു നോക്കൂ. വെളുപ്പംകാലത്ത് എഴുന്നേൽക്കാനുള്ള മടി മാറ്റി വയ്ക്കണ്ടേ? സരസ്വതീയാമം എന്ന് പറയുന്ന വെളുപ്പംകാലം, ഈ 3 മണി മുതൽ തുടങ്ങുന്ന യാമം, പേര് തന്നെ ശ്രദ്ധിക്കൂ, സരസ്വതീയാമം. അപ്പൊ ഈ സരസ്വതീയാമം എന്ന് പറയുന്ന വിദ്യയ്ക്ക് ഉതകുന്ന യാമമാണ്. വേദങ്ങൾ ഇതെല്ലാം തന്നെ പഠിച്ച് കൈകാര്യം ചെയ്ത് അറിയേണ്ട സംഗതികളെല്ലാം തന്നെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക 3 മണിക്കൂർ 7 നാഴിക എന്ന് പറയുന്ന സരസ്വതീയാമം. ആ സരസ്വതീയാമത്തിൽ നമ്മൾ എഴുന്നേൽക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകുക, കുളിക്കുക. അനിവാര്യമായിട്ട് നമ്മൾ കുളിക്കുക. കുളി തന്നെ കൃത്യമായിട്ട് നടന്നാൽ കൊറോണ വരില്ല. വേണ്ട രീതിയിൽ ഒന്ന് കുളിച്ചു നോക്കൂ. നല്ല രീതിയിൽ കുളിക്കുന്നവർക്ക് ഈ കൊറോണ എങ്ങനെ വരും? ഏതായാലും ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഏറ്റവും ഇളയ മകൾ. അവിടെ നിത്യവും 1000 കണ്ടമാനം ആൾക്കാർ ഇങ്ങനെ മരിക്കുന്ന കാഴ്ച അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തീ മരണത്തിന് കാരണം? അവർക്ക് കുളിയൊന്നുമില്ല, കുളിയുമില്ല, ജവവുമില്ല, വെള്ളം തന്നെ തൊടുന്ന ഒരു സമ്പ്രദായത്തിലല്ല ഈ പറയുന്ന അമേരിക്കക്കാരും മെക്സിക്കൻ ആ വ്യക്തികളെല്ലാവരും. കുളി എന്ന് പറയുന്ന അനിവാര്യമായിട്ട് 3 നേരം കുളിച്ചാൽ അത്രയും നല്ലത്. 3 നേരം കുളിക്കുകയും അനുഷ്ഠാനമായിട്ട് ഗായത്രി മന്ത്രത്തെ സഹസ്രാവർത്തി 1008 വീതം 3 നേരവും ജപിക്കുന്ന വ്യക്തിയാണെങ്കിലോ കൊറോണ തീണ്ടുകയില്ല. ഞാൻ പ്രയോഗിച്ച വാക്ക് തീണ്ടുക. പലപ്പോഴും നമ്മൾ തീണ്ടുന്ന ഈ അണുക്കളെല്ലാം തന്നെ ബാധിക്കാൻ കാരണം കുളിയില്ലാത്തത് കൊണ്ടാണ്. ഈ കുളി കഴിഞ്ഞാൽ വേറൊരു കുളി കൂടി വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭസ്മസ്നാനം. ഭസ്മസ്നാനം നിത്യം ശുചികരം അമൃതം എന്നാണ് പ്രയോഗിച്ച് ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നതിന്റെ പ്രാധാന്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുളി മാത്രം പോരാ, പിന്നാലെ ഭസ്മലേപനം. ശരീരത്തെ നമ്മൾ ഭസ്മം കൊണ്ടിങ്ങനെ പൂശുന്നത് ഭസ്മക്കുളിയാണ്. അതിനെയും ഭസ്മസ്നാനം എന്ന് തന്നെയാണ് പറയുക. ഇത്തരത്തിൽ നമ്മൾ ഭസ്മസ്നാനം കഴിഞ്ഞിട്ടാണ് ശരീരത്തെ ശുദ്ധമാക്കുന്ന മറ്റു വിദ്യകളിലേക്കെല്ലാം തന്നെ കടക്കുന്ന ഇത് സാധന. അപ്പോൾ ശരീരത്തെ ദിവസവും ഒരുക്കിയെടുക്കുന്ന രീതി. ഇന്നിപ്പോൾ നമ്മൾ ഓടി ചെല്ലുകയാണ്, ചുറ്റി ശിവക്ഷേത്രത്തിലേക്ക് എല്ലാം വഴിപാട് നടത്തും, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഓടി തിരിച്ചു പോരും. ഇതാണ് ഇന്നത്തെ സമ്പ്രദായം. ശബരിമലയിലേക്ക് തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന എന്തൊക്കെയോ ചുമന്നുകൊണ്ട് പോകും. രഹാനാഭാത്മയായിട്ട് യാതൊരു വ്യത്യാസവും ഇന്നത്തെ ഈ അയ്യപ്പ ഭക്തരുമില്ല. എന്താണ് തലയിൽ വെച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ പവിത്രത എന്നറിയില്ല. അത് കുറച്ചു നേരം കയ്യിൽ തൂക്കി പിടിക്കും, കുറച്ചു നേരം പലയിടത്തും ഇടും. അപ്പൊ അതേ തീൽ കൊണ്ടുപോകുന്ന കെട്ടിൽ ചുവന്നു പോകുന്ന അയ്യപ്പ ഭക്തനും രഹാനാഭാത്മ എന്ന് പറഞ്ഞ വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത സ്ത്രീയുമായിട്ട് എന്തേ വ്യത്യാസം? എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്നൊരു വ്യക്തമായ ധാരണയുണ്ടോ? 18 വടിയെല്ലാം തന്നെ പൂജിക്കുക, പിന്നെ അതിൽ കൂടെ ഇങ്ങനെ കടക്കും. പൂജിക്കുന്നത് മുഴുവൻ തമിഴന്മാരുടെ കാശ് കിട്ടാനുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ധനാഗമന മാർഗം തന്ത്രിമാരും മന്ത്രിമാരും അത്തരത്തിൽ എല്ലാവരും കണ്ടുപിടിച്ചപ്പോൾ 18 വടിയുടെ പൂജയായി, പൂമൂടലായി. ഭസ്മത്തിൽ കുളിച്ചിരിക്കുന്ന ഭഗവാന് പൂമൂടൽ പോലും ശ്വാസം മുട്ടുന്നുണ്ടാവും അദ്ദേഹത്തിന്. കാരണം എന്താ? അദ്ദേഹം ഭസ്മസ്നാനമാണ് ഏറ്റവും കാക്ഷിക്കുന്നത്. സർവസംഘ പരിത്യാഗിയായിട്ട് മലയെ ആശ്രയിച്ചുകൊണ്ട് സമാധിസ്ഥനായിരിക്കുന്ന ഈശ്വര സ്വരൂപത്തിന് ഇത്തരത്തിൽ പൂ കൊണ്ടുവന്ന് മൂടിയിട്ട് നമ്മളെല്ലാവരും തന്നെ കാശുണ്ടാക്കുകയാണ്. എത്രമാത്രം കഷ്ടമെന്ന് നോക്കൂ. ശബരിമല അയ്യപ്പൻ എവിടെയാണെന്നറിയില്ല, താഴത്താണോ തലയിലാണോ ഒരു നിശ്ചയമില്ല. മോളിലാരാണ് ഇരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് മാളികപ്പുറത്ത് അമ്മ എരുമയാണോ പോത്താണോ എന്നറിയില്ല. എരുമാണോ എന്ന് മനസ്സിലായോ? മഹിഷി. ഈ മഹിഷി മർദ്ദകനായിരിക്കുന്ന ഭഗവാനെ വേൾക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്വമായിട്ട് അതിനെ ചിത്രീകരിക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നും.
ബ്രഹ്മചര്യത്തിന്റെ പരിപൂർണ്ണ സ്വരൂപമായിരിക്കുന്ന ഈ അയ്യപ്പസ്വാമിയെ വിവാഹം കഴിക്കാൻ കൊതിക്കുന്നു പോലും. ബ്രഹ്മസ്വരൂപമാണ് അദ്ദേഹം, ബ്രഹ്മചാരിയാണ്, അഖണ്ഡ ബ്രഹ്മചാരിയാണ്. നന്നേ ചെറുപ്രായത്തിലെ ശരീരം ത്യജിച്ചു, അല്ലെങ്കിൽ ശരീരത്തെ ഈ ജീവസമാധിയിലേക്ക് ആഴ്ത്തി അത്തരത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ടൊരുത്തി വരിക. ഇവിടെയെല്ലാം തന്നെ താത്വികമായിട്ടുള്ള വിശകലനവും, അതുപോലെ മുകളിലേക്ക് ഈ പോലീസുകാരെ ഇടിയും കുത്തുമെല്ലാം തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ കുറെ ഈ പറയുന്ന നെയ്യെല്ലാം കൊണ്ടുപോയി അവിടെ ഒഴിച്ചിട്ട് തിരിച്ചു പോരാ, യാതൊരു ഫലവുമില്ലാതെ വരികയാണ്. ഇവിടെ എല്ലാമാണ് മൗഢ്യം ബാധിച്ചിരിക്കുന്നത്. എന്താ മൗഢ്യം? അറിയേണ്ടത് അറിയാതെ, അറിയണമെന്നുള്ള ആഗ്രഹമില്ലാതെ ഹിന്ദുക്കൾക്കേ ഉള്ളൂ ഈ ഗതികേട്. അവരെല്ലാവരും സർവജ്ഞന്മാരാണ്, എല്ലാം അറിയാമെന്നുള്ള മട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഒന്നും അറിയാൻ വേണ്ടി പ്രവർത്തിക്കാതെ കഴിഞ്ഞുകൂടുന്ന ഇവർക്കാണ് മൗഢ്യം. എല്ലാ തരത്തിലും വൃത്തികെട്ട രീതിയിലുള്ള ചിന്ത അവരിലേക്ക് കടന്നു വരുന്നുകൊണ്ട് താനും എങ്ങനെ ഇത് കുളമാക്കാമെന്നാണ്. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് വെളുപ്പക്കാലത്ത് എഴുന്നേൽക്കുക, കുളിക്കുക, കുറിയിടുക, ഭസ്മസ്നാനം ഇത്യാദി കാര്യങ്ങൾ നിർവഹിക്കുക, രുദ്രാക്ഷധാരണം പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുക. ഉടനെ രുദ്രാക്ഷം കഴുത്തിലിട്ടാതെ ഉടനെ തന്നെ ചോദ്യമായി വീടുകളിലൊക്കെ പ്രശ്നമായി രുദ്രാക്ഷം ധരിക്കാമോ? അമ്മയായാലും അച്ഛനായാലും എല്ലാവർക്കും പേടിയായി ഇയാൾ സന്യാസം സ്വീകരിച്ചു പോകുമോ? രുദ്രാക്ഷത്തിന്റെ മഹത്വവും അതിന്റെ പ്രത്യേകതയും മനസ്സിലാക്കാത്തത് കൊണ്ട് അച്ഛനമ്മ പേടിച്ചിരിക്കുകയാണ്. അതിന് ആക്കം കൊടുത്തുകൊണ്ട് ചില ആചാര്യന്മാർ എന്നെപ്പോലുള്ളവരും പറയുകയെ പാടില്ല, രുദ്രാക്ഷം ധരിക്കരുത്. പക്ഷേ രുദ്രാക്ഷം ധരിക്കരുത് എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ധരിക്കരുത് എന്ന് പറയുന്നില്ല? രുദ്രാക്ഷം ധരിച്ചാൽ നിങ്ങൾ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കും, നല്ലതാണ്. ഈ രുദ്രാക്ഷം ധരിച്ചാൽ നിങ്ങൾ മദ്യം കഴിക്കില്ല, നല്ലതല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും രുദ്രാക്ഷം കഴുത്തിലുള്ളപ്പോൾ വാസ്തവത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് തൂക്കവും ആക്കവും കൂടും. ഞാൻ കാലടിയിൽ പഠിക്കുമ്പോൾ തമിഴ് പട്ടരെ എൻ്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അയാൾ കൂടുന്നൂല് ആണിയിൽ തൂക്കിയിട്ട് പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഒടുവിലാണ് മനസ്സിലായത് ഈ ആണിയിൽ പൂണുകൾ തൂക്കിയിട്ട് അയാൾ കാലടി ടൗണിലേക്ക് പോകുന്നത് കള്ളു കുടിക്കാനാണ്. അപ്പോൾ മേത്ത് കിടക്കുന്ന ഈ തോളത്ത് കിടക്കുന്ന ഈ ഇടംവലം ഭാഗത്ത് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന പൂണുനൂല് അത് ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അയാൾക്ക് വേണ്ടി കള്ളു കുടിക്കാമോ കള്ളു കുടിക്കാമോ നിവൃത്തിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടും മര്യാദ വിട്ടുകൊണ്ടും നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അനുഭവിക്കുന്നതാണ് ഇതെല്ലാം തന്നെ. പക്ഷേ ഈ കൊറോണയെ ഒരു പൂർണ്ണോദ്ധാരിയായിട്ടുള്ള ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് എങ്കിൽ പൂർണ്ണോൽ പിടിച്ചുകൊണ്ട് 1008 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിച്ചാൽ ഈ പറയുന്ന കൊറോണ പറക്ക് യാതൊരു സംശയമില്ല. ആരെങ്കിലും ഉണ്ടോ ജപിക്കാൻ തയ്യാറായിട്ട്? ഈ കൊറോണ ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ എല്ലാം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ പലരോടും അത് ജപിക്കുക ഇത് ജപിക്കുക എന്ന് പറഞ്ഞിട്ട് എത്ര പേര് ജപിച്ചിട്ടുണ്ട്? സ്വന്തം കാര്യത്തിന് പോലും ജപിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒട്ടും തന്നെ ഇല്ല. ലോകം മുഴുവൻ സുഖം പകരണമെന്നുള്ള രീതിയിൽ നമ്മൾ ജപിച്ചിട്ടില്ല, ധ്യാനിച്ചിട്ടില്ല, യോഗ പദവിയെ അലങ്കരിച്ചിട്ടില്ല. ഇനി എന്താണാവോ പേടിയില്ലാത്തൊരവസ്ഥ നമുക്ക് വന്നു ഇപ്പോൾ. എന്ത് കൊറോണ? കാണാൻ പറ്റാത്തൊരു സൂക്ഷ്മജീവി അത് വരുന്നു, ആക്രമിക്കുന്നു എന്നുള്ള ചിന്തയിൽപ്പെടാൻ നമ്മൾ തോന്യാസികളായിട്ട് പോയി. കാരണം എന്താ? കൊറോണ വരുമ്പോൾ കാണാം. ഇങ്ങോട്ടേക്ക് പോരുമ്പോഴും കാറിലിരുന്ന് പറഞ്ഞത് കൊറോണ വന്ന് ചത്തുപോയാൽ കഴിഞ്ഞില്ലേ, എന്തെന്ന് കൊറോണ? അപ്പൊ ഏതായാലും വരണയിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നത് ഡച്ച് കറേജ് എന്ന് പറയും. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ആ കറേജ്, അത് നമ്മളിൽ കടന്നുകൂടിയിരിക്കുകയാണ്. എന്തെന്നില്ലാത്തൊരു ധൈര്യം, വേണ്ടാത്ത ധൈര്യം. അപ്പൊ ഈ ധാർഷ്ട്യം, ധൈര്യം ഇതെല്ലാം തന്നെ കടന്നുകൂടാൻ കാരണം എന്താ? നമ്മളിൽ ദൈനംദിന ജീവിതത്തിലുള്ള ചിട്ടവട്ടങ്ങളില്ലാതെ പോയി. വിവാഹത്തിലേക്ക് കടക്കുന്നവൻ അതിന്റെ ധർമ്മം, അതിന്റെ ഉദ്ദേശ ശുദ്ധിയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. അതിലുണ്ടാകേണ്ട കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ള ബോധം ഇല്ലാതെ പോയി. അങ്ങനെ വന്നപ്പോൾ കുട്ടികളെല്ലാം തന്നെ വാസ്തവത്തിൽ സംസ്കാരശൂന്യന്മാരായിട്ട് ജനിക്കാനിടയായി. അവരോട് പറഞ്ഞാലും പഠിക്കില്ല, കേൾക്കുകയില്ല, ഉമ്മ അനുസരിക്കാത്ത രീതിയിലേക്കായി. അവരിങ്ങനെ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അച്ഛനമ്മമാർ വേപതുകാത്രന്മാരായിട്ട് ഇരുന്നിട്ടെന്താ കാര്യം? കാരണം എന്താ? എല്ലാ അവതാളത്തിലായി. അങ്ങനെ ഇതെല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളത് ചിട്ടവട്ടങ്ങളുടെ പോരായ്മയാണ്. 9 ദിവസക്കാലം ഈ ദേവിയെ ഉപാസിക്കാൻ പറഞ്ഞു. ഇവിടെ തന്നെ ഓം ശ്രീ ഭൂതനാഥേശ്വരിയെ നമഃ അനവരതം നിങ്ങൾ ജപിക്കാറുണ്ടോ? ഈ മഹാമന്ത്രം ഭൂതനാഥേശ്വരി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ എല്ലാം തന്നെ ആധിപത്യ അമ്മയ്ക്കുണ്ട്. അതങ്ങനെ തന്നെയാണ് ശക്തി. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന പ്രപഞ്ചദേവത അവളുടെ കയ്യിലാണ് ഈ പറയുന്ന ആകാശം മുതലുള്ള പഞ്ചഭൂതങ്ങളെല്ലാം. ഗണപതിയും ഗണാനാം ത്വം ഗണപതി എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഗണപതിയും ഗണങ്ങളുടെ നാഥനാണ്. ഭൂതനാഥൻ എന്ന് പറയുന്ന ഈ അയ്യപ്പസ്വാമി ആയാലും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ആകാശം മുതൽ ഭൂമി വരേക്കുള്ള പഞ്ചഭൂതങ്ങളെ തന്റെ
തലപ്പടിക്ക് നിർത്തിയിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അധീശത്വം വഹിക്കുന്ന ദേവി, ആ ദേവിയുടെ മന്ത്രം ഓം ശ്രീ ഭൂതനാഥേശ്വരി നമ ഓരോ ശ്വാസത്തിനും ജപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സാധകന്മാരാണ്. ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിൽ പോലും വാസ്തവത്തിൽ ജപിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാസ്തവത്തിൽ ഈ ലോകത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് സ്വാമി പറഞ്ഞ പോലെ മോക്ഷം പിന്നാലെ നമുക്ക് കിട്ടും, ഉറപ്പാണ്. ഈ ലോകത്തെ ഭോഗം എന്ന് പറയുന്നത് അത് യോഗത്തിന്റെ മറ്റൊരു വശമാണ്. ഭോഗം ഭൗതികം, യോഗം ആധ്യാത്മികം എന്ന് മാത്രം. അപ്പൊ എല്ലാ തരത്തിലും ഭോഗതലത്തിലും നമ്മൾ വളരെയേറെ ക്രിയേറ്റീവായിട്ട് എന്തെന്നില്ലാത്ത ഒരു എക്സ്പെർട്ടൈസ്, എന്തെന്നില്ലാത്ത ഒരു പ്രാവീണ്യം നേടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പോഴും അമ്മയുടെ അനുഗ്രഹം ആവശ്യമാണ്. ഭോഗവും യോഗവും തരുന്നവളാണ് അമ്മ. നമ്മൾ കേൾക്കാനിരിക്കുന്ന ദേവീഭാഗവതം പലവട്ടം കേട്ടപ്പോഴും ഭുക്തി മുക്തി എന്നെല്ലാം തന്നെ ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിച്ചു. ഈ രണ്ടും നേടാനുള്ളതാണ് ദേവീഭാഗവതം. അത് വാസ്തവത്തിൽ പ്രവൃത്തിശാസ്ത്രവുമാണ്. സ്വാമി പറഞ്ഞ പോലെ നിവൃത്തിശാസ്ത്രം ഭാഗവതം, ഇത് നിവൃത്തിശാസ്ത്രം അല്ല, ഇത് പ്രവൃത്തിശാസ്ത്രമാണ് ദേവീഭാഗവതം. അപ്പൊ എന്തുമാകട്ടെ, പ്രവൃത്തിയും നിവൃത്തിയും ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും അനിപേക്ഷണീയമാണ്. പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് നിവൃത്തനാകുക, കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴേ ഒരു സന്യാസിയാകുന്നുള്ളൂ. കാര്യങ്ങൾ നിർവഹിക്കുക, സർവധർമ്മം പരിത്യജ്യ എന്ന് പറയുന്ന ധർമാനുഷ്ഠാനം വേണ്ട എന്നല്ല, കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ മതിയാവൂ. ആ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത് തീർത്തേ മതിയാവൂ. ആ കർമ്മങ്ങളെല്ലാം തന്നെ അവസാനിച്ചാലാണ് മരണമെന്ന് എഴുത്തച്ഛനം പാടി കർമാവസാനേ മരണം എന്ന് ഭാഗവതത്തിൽ അദ്ദേഹത്തിന്റെ പ്രയോഗം. അപ്പൊ എല്ലാ തരത്തിലും കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തേ മതിയാവും. എല്ലാവർക്കും കർമ്മമുണ്ട്. സന്യാസിക്കും ഗൃഹസ്ഥാശ്രമിക്കും പൂജാരിക്കും എന്ന് വേണ്ട എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കർമ്മം അത് ധർമ്മമായിട്ട് മാറണമെന്ന് മാത്രം വിഹിതമായിരിക്കണം. അങ്ങനെയുള്ള ധർമാനുഷ്ഠാനങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തേജസ്വികളാകും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മഹാസരസ്വതി നമ്മുടെ ഈ പറയുന്ന ഇടച്ചൊറ്റിയിൽ സരസ്വതി ദേവിയെ നിത്യവും നിതാന്തമായിട്ട് ജപിക്കാൻ സാധിക്കണ്ടേ? കാര്യം കാണാൻ വേണ്ടി മാത്രം ഓടി വരിക, എന്നിട്ട് കുറച്ചു നേരം സാബുസ്വാമി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ പോരാ. 24 മണിക്കൂർ നമുക്ക് കിട്ടിയിരിക്കുന്ന സുലഭം അല്ലെങ്കിൽ സുലഭമായിട്ടുള്ള ഈ സമയം 24 മണിക്കൂർ നമ്മുടെ ജന്മമാണെങ്കിൽ അസുലഭമായിരിക്കുന്ന ഒരു അവസരം. ഈ അവസരമെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിത്യവും ജപിക്കുക എന്ന് പറയുന്ന സാധന ജപം. അപ്പൊ ഈ മന്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ജപിക്കുക. അമ്മ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയോടുകൂടി, ആ താല്പര്യത്തോടുകൂടി നമ്മൾ ആ മന്ത്രം ജപിച്ച് ശീലിക്കുന്നത് സാധനയുടെ ഭാഗമാണ്. നേരത്തെ ഗുരു ഗണപതി എന്ന് പറഞ്ഞ പോലെ ആ ഗുരുഗണപതിമാരെയെല്ലാം തന്നെ ശരീരത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് കണ്ടുകൊണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കാവുന്ന സംഗതികൾ സാധിച്ചെടുക്കാനുള്ള പ്രവൃത്തിയാണ് ഈ സാധന. അവിടെ ജപം അനിവാര്യമാണ്. സരസ്വതി നമ്മുടെ ഉദ്ഘാടനം ചെയ്ത സ്വാമിയുടെ ഒടുവിൽ നമ്മൾ സരസ്വതി എന്ന് പറയുന്ന പ്രയോഗം കണ്ടില്ലേ? അതൊരു പ്രത്യേക പരമ്പരയാണ്. അപ്പോൾ സന്യാസി വർഗത്തിൽ പല പല പാരമ്പര്യമുള്ള അത്തരത്തിൽ സരസ്വതി എന്ന് പറയുന്ന പാരമ്പര്യം വെച്ചു പുലർത്തുന്ന സ്വാമി നമുക്ക് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സരസ്വതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവാഹ അല്ലെങ്കിൽ ഈ നവരാത്രി ആഘോഷങ്ങളാണ്. അപ്പൊ ഈ നവരാത്രി ആഘോഷങ്ങൾ സരസ്വതിയോട് ബന്ധപ്പെട്ട ഒരു സരസ്വതി എന്ന് നമുക്ക് ചെയ്തു തന്നപ്പോൾ സാരസ്വതം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ ആദ്യത്തെ ഭാഗമാണ്. അഗ്നിയിലെ പുരോഹിതം എന്ന് തുടങ്ങുന്ന ആ വേദഭാഗമാണ് സാരസ്വതം. ഇനി സരസ്വതിയെ സംബന്ധിച്ച് അദ്ദേഹം വേറെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ സരസ്വതിയെ സംബന്ധിച്ചിടത്തോളം മഹാസരസ്വതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ദേവി ഭാഗവതം പലവട്ടം നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്ന് അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കുന്നതെന്ന് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന്റെ ധർമ്മപത്നിയായിട്ടാണ്. മഹാസരസ്വതി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ധർമ്മപത്നി എന്നുള്ള മട്ടിൽ രജോ ഗുണം. അപ്പൊ ഈ രജോ ഗുണം ചുവപ്പ് എന്ന് പറയുന്ന ഗുണത്തിന്റെ പ്രതീകമായിട്ട് മഹാസരസ്വതി എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ധർമ്മപത്നി ഇവിടെ സൃഷ്ടിയാദി കാര്യങ്ങൾക്കെല്ലാം തന്നെ ശക്തി പകരുന്നു. ഇതാണ് തത്വം. പക്ഷെ കഥയിലേക്ക് വരുമ്പോൾ ശുംഭനിശുംഭന്മാരെ നിഗ്രഹിക്കുന്ന ഒരു ദേവിയായിട്ടാണ് ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് മഹാലക്ഷ്മി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയ മഹാലക്ഷ്മിയാണെങ്കിൽ വിഷ്ണുവിന്റെ ധർമ്മപത്നിയാണ്, സാത്വിക സ്വരൂപിയാണ്. അപ്പൊ ഈ സാത്വിക സ്വരൂപിണിയായിരിക്കുന്ന അമ്മ അത് വാസ്തവത്തിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഈ ദേവീ ഭാഗവതത്തിൽ മഹിഷാസുരമർദിനിയാണ്. അപ്പൊ എന്താ സാത്വികത? മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ അമ്മ സാത്വിക ഗുണമാണെങ്കിൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തി നോക്കിയാൽ അത് ക്രൂരമല്ലേ? ആരെ കൊല്ലുന്നത്? ഹിംസ എന്ന് പറയുന്നത് ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ അവിടെയെല്ലാം തന്നെ ഉദ്ദേശവും ലക്ഷ്യവുമെല്ലാം തന്നെ പഠിക്കുമ്പോഴാണ് സാത്വികപ്രധാനിയായിരിക്കുന്ന അമ്മ മഹാലക്ഷ്മിയെയും രാജസപ്രധാനിയായിരിക്കുന്ന അമ്മ മഹാസരസ്വതിയെയും ഒടുവിൽ കാളി എന്ന് പറയുന്ന മഹാകാളന്റെ രുദ്രന്റെ പത്നിയായിരിക്കുന്ന രുദ്രാണിയെയും നമ്മൾ കാണുന്ന താമസം, രാജസം, സാത്വികം, താമസം. ഈ ത്രിവിധ സമ്പ്രദായങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്.
ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് തരണം ചെയ്യാൻ പഠിക്കുക, ശ്രദ്ധയോടുകൂടി പഠിക്കുക, കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, ശക്തമായിരിക്കുന്ന ഒരു മേധ, അദ്ദേഹം പറഞ്ഞ പോലെ മേധ അത് ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ബ്രഹ്മചര്യ ദീക്ഷയുടെ ഫലമാണ്. അതിലൂടെ നമ്മൾ നല്ലൊരു മേധ, നല്ലൊരു ബോധവും ബുദ്ധിശക്തിയും ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്താൽ പടിപടിയായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കാനുള്ള കഴിവുണ്ടാവും. തിന്മയെല്ലാം തന്നെ നമുക്ക് നിഷ്ഠൂരമായിട്ട് നിഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവും. തിന്മ, ആ തിന്മയുടെ പ്രതീകമായിട്ട് ചില കഥാപാത്രങ്ങളെ ശുംഭതിശുംഭന്മാരായിട്ടും അസുരനായിട്ടും എല്ലാം തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ തരത്തിലും മധു കേടവന്മാരെ നിഗ്രഹിക്കുന്ന മഹാകാളിയായാലും, ശുംഭതിശുംഭന്മാരെ നിഗ്രഹിച്ച സാക്ഷാൽ സരസ്വതിയായാലും, മഹാലക്ഷ്മി എന്ന് പറയുന്ന മഹിഷാസുരമർദ്ദിനി, മഹിഷാസുരനെ കൊല്ലുന്നവളായാലും, ഈ ത്രിവിധങ്ങളായിട്ടുള്ള ഉപാസന മാർഗങ്ങളിലൂടെ നമ്മൾ തരണം ചെയ്യുന്നത് സാത്വികൻ, രാജസം, താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങളെയാണ്. അത് ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും ആരായാലും ത്രിപുടി എന്ന് പറയുന്ന അവസ്ഥയെ മുടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ്. സാധനയുടെ ലക്ഷ്യം അതാണ്. മഹാസരസ്വതി എന്ന് പറയുന്ന ദേവിയെ ഉപാസിക്കുന്നത് പടിപടിയായിട്ട് മൂന്നായിട്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളെ, ഉണ്ടാകുക, ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന സ്ഥിതിവിശേഷങ്ങളെ തരണം ചെയ്തുകൊണ്ട് തുരിയ എന്ന് പറയുന്ന ആനന്ദപദപ്രാപ്തിയാണ്. ഈ പദങ്ങളെല്ലാം തന്നെ സ്വാമിയുടെ പേരിലില്ലേ? സരസ്വതി എന്ന് പറയുന്നതും അതുപോലെ ആനന്ദം എന്ന് പറയുന്നതും. ആനന്ദം എന്ന് പറയുന്നത് സുഖമല്ല. ആ സുഖമെല്ലാം തന്നെ കുറച്ച് അനുഭവിച്ചിട്ട് ഇപ്പോൾ സ്വപ്നാടനം നടത്തുന്ന കഥയിലെ നിത്യവും നമ്മൾ കേൾക്കുന്നത് സ്വപ്നാടനം, സ്വപ്ന ആടനം. അപ്പൊ എല്ലാ തരത്തിലും സുഖത്തിന്റെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ എന്താണ് സുഖം എന്ന് ചോദിച്ചാൽ ഏതായാലും ഈ പറയുന്ന സുഖം എന്ന് പറയുന്നത് ഐഹിക സുഖമല്ല. ആനന്ദം എന്ന് പറയുന്ന അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആനന്ദത്തിന്റെ അർത്ഥവും നോക്കൂ. അവിടെയാണ് ഈശ്വരത്വം, അവിടെയാണ് ബ്രഹ്മപദവി. അപ്പൊ സരസ്വതി, ആനന്ദം. ഇനി സ്വരൂപം. ഈ സ്വരൂപം എന്ന് പറയുന്നത് സ്വാമി ഇങ്ങനെ തൊടുത്തു വിട്ടു നമ്മുടെ മുമ്പിലേക്ക്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ ആരെയെന്ന്. അവിടെയാണ് ഗുരുദേവൻ ആരുമായി ഇരുന്നുകൊണ്ട് പറഞ്ഞത്, നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാണല്ലോ, നമുക്ക് ജാതിയില്ല എന്ന്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു കാര്യം വ്യക്തമാണ്, നാം അറിവാണെന്നുള്ള ബോധത്തിലേക്ക് വരുന്നു. ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്ത വ്യക്തികൾ കൊറോണയെ പേടിച്ച് ഓരോ മീറ്റർ അകന്നകന്നിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. എല്ലാവരും അവരവരെ പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എന്താ? നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ ശരീരമാണ് എന്നാണ്. കറുത്ത ശരീരം, വെളുത്ത ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ താലോലിച്ച് വ്യത്യസ്ത രീതിയിൽ അഭിമാനിക്കുന്ന അഹങ്കാരികളായിട്ട് മാറുന്ന സ്ഥിതിവിശേഷം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാണല്ലോ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരും. അപ്പൊ അതേ സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധനയിലൂടെയാണ്. സാധനയില്ല, സ്വരൂപത്തെ പിടികിട്ടുകയില്ല, പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് സാബുസ്വാമി പറയുന്ന പോലെ അവിടെയും നിങ്ങൾ കണ്ണടച്ച് കുറേ നേരം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ പോയി കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുക. ഇവിടെ വന്ന് എല്ലാവരും കൂടി ബഹളം കൂട്ടുന്നതിലൊന്നും ഏകാഗ്രത കിട്ടുന്നില്ല എങ്കിൽ ദൈനംദിനം ഇവിടെ വന്ന് തൊഴുതു പോയിട്ട് വീട്ടിലൊരു മൂലയിൽ ചെന്നിരുന്ന് ജപിക്കുന്നതിന് എന്താ കുഴപ്പം? ബൈബിളിൽ തന്നെ അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന മന്ത്രം ജപിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ജപിക്കാനാണ്. സ്വർഗസ്ഥനായ പിതാവിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ സ്വർഗരാജ്യത്തെ കണ്ടുകൊണ്ട് ക്രിസ്തു അപ്രകാരം പറഞ്ഞു കൊടുത്തു എന്ന് അംഗീകരിക്കാതെ ഇപ്പൊ കൂട്ടം കൂടി ബഹളം കൂട്ടുന്ന രീതിയിലേക്കായി അത് തന്നെ നമ്മൾ അവലംബിക്കുകയാണ്. സത്സംഗം എന്ന് പറയുമ്പോൾ സത്തായിരിക്കുന്ന ഈശ്വരൻ തന്റെ തന്നെ ഉള്ളിലുള്ള ഈശ്വരനുമായിട്ട് സംഗമിക്കുന്ന രീതിയാണ് സത്സംഗം. കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നാൽ അത് സത്സംഗം എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അവിടെ ദുഷിച്ച വാസനകൾ വരുന്നുണ്ട്, ദുഷിച്ച ചിന്താഗതികൾ വരുന്നുണ്ട്, അവിടെ വേറുപോറ് വരുന്നുണ്ട്, അവിടെ വിദ്വേഷം വരുന്നുണ്ട്. സംഘടനകളെല്ലാം തന്നെ ചിന്ന ഭിന്നമാകുന്നത് കണ്ടില്ലേ? എല്ലാ വർഷവും വരുന്ന ഈ സർവശ്രീ PC ജോർജ് അദ്ദേഹം വന്നെങ്കിൽ കേൾക്കാമായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. വളരും തോറും പിളരും തോറും വളരും എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അപ്പോൾ ശുഷ്കിച്ച സംഘടന എന്ന് പറയുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ സംഗമിക്കുന്ന സംഘം എന്നുള്ളൊരു വരം, സംഘം എന്നുള്ളൊരു സമ്യക്കായിട്ട് ഗമിക്കുന്ന പോകുന്ന അല്ലെങ്കിൽ സംഗമിക്കുന്ന ഹൃദയവുമായിട്ട് യോജിക്കുന്ന സല്ലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അത് സാധന. സത്ത എന്ന് പറയുന്ന നാമധേയമാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്നുകൂടി ഞാൻ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇട്ട് നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. സത്ത് എന്ന് പറയുന്ന ആ സത്തായിരിക്കുന്ന സത്യമായിരിക്കുന്ന സംഗതിയാണ് ഈശ്വരൻ. സത്യമാണ് ഈശ്വരൻ. പറയാൻ എളുപ്പം. സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ സത്യം നുണ പറയാതിരിക്കലേ എന്ന് പറയും. അതൊന്നുമല്ല സത്ത്.
സത്യം എന്ന് പറയുന്നത് ഏതൊന്നാണ് മാറ്റത്തിന് വിധേയമല്ലാത്തത്, ഏതൊന്നാണോ നിതാന്തം നിത്യമായിട്ട് ഈ ലോകത്തിലുള്ളത്. ഭാഗവതത്തിൽ ജന്മത്യസ്യ തന്നെയാതെ ഇതരതശ്ചാധ്യേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവയെ മുഖ്യം തീയസ്വരയ തേജോവാരുമതാം വിധാവിനിമയോ യത്ര സർഗോപഷാധർണാസുവേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി എന്ന് പറയുന്ന ആദ്യ ശ്ലോകത്തിൽ അന്വയ വ്യതിരേക മുറയ്ക്ക് നോക്കുമ്പോൾ ഏതൊന്നിനാൽ ഈ പ്രപഞ്ചം നിന്ന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തോന്നി നിന്ന് ഒടുങ്ങുന്നു. ഇത് മലയാളീകരണമാണ്. അപ്പൊ അത്തരത്തിൽ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നലും അത് നിലനിൽക്കുന്നു എന്നുള്ള തോന്നലും ഇതെല്ലാം തന്നെ ഏതൊന്നിനെ കൊണ്ടാണ് സംഭവിക്കുന്നത്? ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ വേദം ഉദിച്ചത് ആരെ കൊണ്ട്? ഇങ്ങനെ തേടുകയാണ് ഈശ്വരനെ. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സത്യാന്വേഷണം. അല്ലാതെ കോടതിയിൽ സത്യം മാത്രം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്ത് നുണ പറയുന്ന രീതിയല്ല. ഞങ്ങൾ സത്യം ചെയ്യിക്കും, പക്ഷെ പറയുന്ന മുഴുവൻ നുണയാണ്. നുണ പഠിപ്പിച്ചിട്ടാണ് കയറ്റുക. അപ്പൊ അത്തരത്തിൽ സത്യം എന്ന് പറയുന്ന ആ രീതിയുള്ള സത്യമല്ല. ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ്? നിത്യാനിത്യ വിവേകത്തിലൂടെ നമ്മൾ നേടുന്ന സത്യമാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാനുള്ള മനീഷയുള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരായത്. അപ്പൊ അതേ രീതിയിലുള്ള സാധന കൊണ്ട് മാത്രമേ സത്യത്തെ പിടികിട്ടൂ. എന്താ സത്യം? ഗുരുദേവൻ പണ്ടേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാണല്ലോ, പ്രജ്ഞാനം ബ്രഹ്മ. അതുകൊണ്ട് നാം വാസ്തവത്തിൽ ജാതിയില്ലാത്തവരാണ്. പണ്ടേ പറഞ്ഞു. ഇതൊന്നും അറിയണം. അപ്പൊ എല്ലാ തരത്തിലും എന്തിനാണ് സാധന എന്ന് ചോദിച്ചാൽ സത്യത്തെ മനസ്സിലാക്കാനും ആ സത്ത് എന്ന് പറയുന്ന സ്വരൂപത്തെ മനസ്സിലാക്കാനും, സത്ത് അതാണ് സ്വരൂപം, ആ സത്ത് ആയിരിക്കുന്ന സ്വരൂപത്തെ മനസ്സിലാക്കാനും, അപ്പോൾ ആനന്ദത്തിലേക്ക് എത്താനും, അപ്പോൾ സരസ്വതി ഭാവത്തിലേക്ക് അറിവിന്റെ അങ്ങേയറ്റത്തെ പദവിയിലേക്ക് എത്താനും സാധിക്കണം. ഇതാണ് സാധന. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ വളരെയേറെ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഏതോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഇത് തുടങ്ങുമ്പോൾ ശ്രീചക്രമെല്ലാം തന്നെ ഒരു ശാന്തിയെ കൊണ്ട് ഇങ്ങനെ വരപ്പിച്ച് 9 ദിവസക്കാലം അതിനെ ചൊല്ലിയുള്ള പ്രഭാഷണങ്ങൾ നടത്തി നമ്മൾ ഇങ്ങനെ സമയം കഴിച്ചുകൂട്ടി. എത്ര പേര് ഇത് ഉൾക്കൊണ്ടു എന്നറിയില്ല. ഹൈന്ദവ സമ്പ്രദായത്തിൽ ഈ ശ്രീചക്രത്തിന്റെ സ്ഥാനം, ആ സ്ഥാനം മാത്രമല്ല അതിൻ്റെതായുള്ള പ്രാധാന്യം ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള വേദി അന്നൊരുങ്ങി. ലളിതാസഹസ്രനാമത്തിലൂടെ കടന്നുപോയിട്ട് കുറെ ഏറെ കാര്യങ്ങളൊന്ന് പ്രതിപാദിക്കപ്പെട്ടു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ദേവീ ഭാഗവതം എടുത്തുകൊണ്ട് ഈ 9 ദിവസക്കാലം കൊണ്ട് പാരായണം ചെയ്യുകയും അർത്ഥമെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ച് ഭക്തജനങ്ങളെ എല്ലാം തന്നെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നമ്മൾ വന്നത്. മാറ്റം വരുന്നില്ല എന്ന് വഞ്ചി തിരുനക്കര തന്നെ എന്നുള്ള രീതിയിലേക്കാണ്. എന്തേ വരാത്തത്? ധ്യാനമില്ലാത്തത് കൊണ്ടാണ് യോഗമില്ലാത്തത്, യോഗമില്ലാത്തത് കൊണ്ടാണ് ജ്ഞാനമില്ലാത്തത്. അപ്പൊ അതും സാധനയുടെ ഭാഗമാണ്. ധ്യാനമായാലും യോഗമായാലും ജ്ഞാനത്തിലേക്ക് കടന്നു കയറാനുള്ള ആ സംഗതികളെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിച്ചേ മതിയാകൂ. അതും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓങ്കും ഗുരുഭ്യോ നമഃ എന്ന് ജപിക്കുമ്പോൾ ഗുരുവിനെ നിങ്ങൾ തലയിലും ഇടതുവശത്തും നല്ലപോലെ കണ്ടുകൊണ്ട് ഓങ്കും ഗുരുഭ്യോ നമഃ എന്ന് പറയുക. എങ്ങനെ? തലയിലും ഇടതുവശത്തും തോളിൽ രണ്ടിടത്തും ഗുരു. പിന്നെ നമ്മൾ പോകുന്ന മാർഗത്തിൽ വല്ല തടസ്സം ഉണ്ടാവുമോ? പിന്നെ ഗണപതിയെ നമ്മൾ വലതുവശത്തും ഈ പറയുന്ന താഴത്തും നട്ടലിന്റെ ചുവട്ടിലും കണ്ടാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? ഓങ്കും ഗുരുഭ്യോ നമഃ, ഓം ഗണപതയേ നമഃ. മൂന്നാമത് നമ്മൾ ജപിക്കേണ്ടത് ഓം സരസ്വത്യേ നമഃ. ഈ സമ്പ്രദായം വളരെ ശ്രേഷ്ഠമാണ്. ഒരിക്കൽ നിങ്ങൾക്ക് ഇട്ടുതന്നതാണ്. നിത്യമുള്ള ജപധ്യാനങ്ങളിൽ കൊണ്ടുവരാം. ഓം ഗുരുഭ്യോ നമഃ, ഓം ഗുരുഭ്യോ നമഃ, ഓം ഗുരുഭ്യോ നമഃ. തലയിലും ഇടത്തും ആ ഗുരുവിനെ കണ്ടുകൊണ്ട് വലത്തും താഴത്തും ഈ ഗണപതിയെ കണ്ടുകൊണ്ട് ഓം ഗണപതയേ നമഃ, ഓം ഗണപതയേ നമഃ, ഓം ഗണപതയേ നമഃ. ഇത് കഴിഞ്ഞിട്ട് ഹൃദയത്തിൽ ഓം സരസ്വത്യേ നമഃ, ഓം സരസ്വത്യേ നമഃ. ചോറ്റിയിലെ ഇടച്ചൊറ്റിയിലെ ഈ സരസ്വതി എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരിയെ നമുക്ക് ധ്യാനിക്കാം. വീണാപാണിയായിട്ടുള്ള സരസ്വതിയെ നമുക്ക് ധ്യാനിക്കാം. ബാലാപരമേശ്വരി എന്ന് പറയുന്ന സരസ്വതിയെ നമുക്ക് ധ്യാനിക്കാം. വാഗ്ഭവബീജം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഉറവിടമായിരിക്കുന്ന അയങ്കാര സ്വരൂപിണിയായിരിക്കുന്ന മഹാസരസ്വതിയെ നമുക്ക് ധ്യാനിക്കാം. ഓം ഗുരുഭ്യോ നമഃ, ഓം ഗണപതയേ നമഃ, ഓം സരസ്വത്യേ നമഃ. നാലാമത് ഇതെല്ലാം തന്നെ നമുക്ക് ഇട്ട് എന്ന ഒരു തേജസ്വിയായിരിക്കുന്ന ഒരു അവതാര സ്വരൂപമുണ്ട്. വേദവ്യാസര് അദ്ദേഹത്തെ നിത്യവും ജപിക്കുക. ഓം വ്യാം വേദവ്യാസായ നമഃ, ഓം വ്യാം വേദവ്യാസായ നമഃ. ഗുരുക്കന്മാരെ സ്മരിക്കുന്ന കൂട്ടത്തില് ശ്രേഷ്ഠമതിയായിരിക്കുന്ന വേദവ്യാസന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മുടെ മേധ എന്ന് പറയുന്ന മേധയും പ്രത്യയം എല്ലാം തന്നെ തെളിഞ്ഞുണരും. അതുകൊണ്ടാണ് അഞ്ചാമത് മറ്റൊരു മന്ത്രവും കൂടി ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഇത് 5 ജപിച്ചാൽ നമുക്ക് പ്രഭാഷണം നിർത്താം. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ അനുഷ്ഠാനം ഇല്ലാത്തത് കൊണ്ടാണ് പിടികിട്ടാതെ പോകുന്നത്. ഇന്ന് ഹിന്ദുക്കള് അമ്മ പറയുന്നു അവള് കേമിയ, അവൾ ഈ പറയുന്ന ഭഗവത്ഗീതയെല്ലാം തന്നെ എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറ്റുകാൽ ഭഗവതിയുടെ
ഇഷ്ടയാണ്, അല്ലെങ്കിൽ അമ്മയും അവിടുത്തെ ട്രസ്റ്റ് അംഗമാണ്. പക്ഷെ അവൾ പോയി IS പോയി, അവൾ പോയി സത്യസരണിയിലേക്ക്. സത്യം കണ്ടുപിടിക്കാൻ നല്ലൊരു മാർഗമുള്ള നമ്മൾ വീണ്ടും സത്യം കണ്ടുപിടിക്കാനായിട്ട് ഓടുകയാണ് മഞ്ചേരി ഭാഗത്തുള്ള സത്യസരണിയിലേക്ക്. അവിടെ നിന്ന് നേരെ ഈ മുങ്ങാൻകുളി ഇട്ടിട്ട് ചെല്ലുന്നത് ഇറാനിലോ മറ്റോ, പിന്നെ തിരിച്ചു വരുന്ന ഭീകര സ്വരൂപമായിട്ടാണ്, താടക ഭാവത്തിലോ അല്ലെങ്കിൽ ശൂർപ്പണക രൂപത്തിലോ. അപ്പൊ ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വെറും പുറമൂച്ചായിട്ട് മാറുകയാണ്. ഗീത പഠിച്ചു 700 ശ്ലോകം ചൊല്ലുമ്പോലും കാണാതെ പഠിക്കാൻ എളുപ്പമാണ്, ഇതെല്ലാം തന്നെ അവതരിപ്പിക്കാനും എളുപ്പമാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സാധനാ സമ്പന്നമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരണം. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ജപിക്കണം. ഗുരുവിനെ തലയിൽ കാണണം, ഇടതുവശത്ത് കാണണം. ഗുരുവാണെന്നല്ല ആരാണ് എന്നല്ല പിന്നാലെ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. ഇന്നിപ്പോൾ ഓം ഗും ഗുരുഭ്യോ നമഃ കേൾക്കുന്നില്ല, മറവച്ചനോണ്ടാ വായു നോക്കിയത് കൊണ്ടാണ്. വായു കഴിഞ്ഞ് താത്തി വെച്ചാൽ കുഴപ്പമില്ല, കൊറോണ അങ്ങനെ ഒന്നും ചാടി വരില്ല. ഏതായാലും ഓം ഗും ഗുരുഭ്യോ നമഃ ഉറക്കെ ഉറങ്ങിപ്പോയി. ഓം ഗും ഗുരുഭ്യോ നമഃ കേൾക്കട്ടെ, അല്ലെങ്കിൽ നിർത്തൂല. 5 പേര് ഓം ഗും ഗുരുഭ്യോ നമഃ ഉറക്കെ ശബ്ദമുണ്ടാവും. ഓം ഗും ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് ഗുരുപരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവാണ്. അദ്ദേഹം കൗപീനം മാത്രമുള്ള സന്യാസിയെ പറ്റി പറഞ്ഞ കൗപീന പഞ്ചകം ആദിശങ്കരന്റെ ഒരു ഉത്കൃഷ്ട കൃതിയാണ്. ഒരു ഗുരുസ്ഥാനീയനാണ് നമുക്ക് ഈ വളക്ക് വളർത്തി തന്നത്. പ്രത്യേകിച്ച് കാവ്യവസ്ത്രത്തിന്റെ കാഷായ വേഷത്തിന്റെ പ്രാധാന്യം നമ്മൾ മറന്നുപോയി. കൽപ്പണിക്കാരൻ ഉടുക്കുന്ന കാഷായമല്ല അദ്ദേഹം ധരിച്ചിരിക്കുന്നത്, കള്ളുകൊടിയൻ ധരിച്ചിരിക്കുന്ന കാഷായമല്ല. എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കയ്യിൽ കൊടുക്കുന്ന രീതിയിലേക്ക് നശിച്ചില്ലേ ഈ പറയുന്ന കൊണ്ടുകൊടുക്കുന്നത്. ഓക്കർ റോബ് എന്ന് പറയുന്ന ഈ കാഷായ വേഷം അത് ധന്യമായിരിക്കുന്ന അഗ്നിയുടെ സ്വരൂപമാണ്. സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന സന്യാസിയാണ് ഗുരു. നമ്മൾ ആർഷപരമ്പരയിൽ പെട്ടവരായതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെ, പ്രത്യേകിച്ചും ആർഷ സംസ്കാരത്തിന്റെ ഉടമകൾ ഋഷിമാരുടെ പുത്രന്മാരാണ് നമ്മൾ. ഓരോരുത്തരും ഓരോരോ ഗോത്രത്തിൽപ്പെട്ടതാണ്. വിശ്വാമിത്രന്റെയോ അംഗിരസിന്റെയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കും നമ്മൾ. അപ്പൊ അതേ രീതിയിലുള്ള ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് ഗുരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആരാധിക്കേണ്ട ആ ഭാവമാണ് ഗുരുഭാവം. ഒന്ന് ഉറക്കെ 3 പ്രാവശ്യം ജപിച്ചിട്ട് അടുത്തേക്ക് അടക്കാം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഈ നമ്മൾ കേട്ടിട്ടേ ശരീരത്തിൽ കൂടി ഇങ്ങനെ തഴുകിപ്പോയി കാറ്റ് വന്ന പോലെ. എല്ലാ വർഷവും നമ്മൾ നവാഹം നടത്താറുണ്ട്. എന്തൊക്കെ ഉച്ചയ്ക്ക് വന്ന് കേൾക്കും. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം വണ്ടിയിലെത്താരണം നേരത്തെ ഓടും. നമ്മളെല്ലാവരും വേഗം പോകാൻ കാരണം വണ്ടിയില്ല, സൗകര്യമില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആരുമില്ല. അപ്പോൾ പാരായണക്കാർ എന്തെങ്കിലുമൊക്കെ കേൾപ്പിച്ചിട്ട് പോകും. അപ്പോൾ കേൾക്കാൻ ആളുണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് കേൾപ്പിക്കാൻ തോന്നും. കേൾക്കുന്നവർ കേൾക്കുന്നത് അവസ്ഥ ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിലോ ആ കേൾവി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ടാണ് ഭാഗവത്തിൽ ചെറുണ്ണൻ വിചാരണവരോ എങ്ങനെ കേൾക്കണം, കേട്ടിട്ട് അതിനെങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വിളിക്കും, മറ്റെല്ലാം മറന്നിട്ട്. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. പത്തനംതിട്ട ഭാഗത്തുകൂടി രാത്രി ഇങ്ങനെ ഇളകൊള്ളൂര് അല്ലെങ്കിൽ വായ്പൂര് അല്ലെങ്കിൽ തടിയൂരൊക്കെ ഇങ്ങനെ യജ്ഞം നടത്തിക്കൊണ്ട് പോരുമ്പോൾ രാത്രി 2 കൈയും പൊക്കിയിട്ട് വെള്ളം ധരിച്ച് ഹലലിയ 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 ഇങ്ങനെ തുറന്നാടുണ്ട്. എന്താ ഹിന്ദുക്കൾക്ക് നാവില്ലേ? അവർ ഈ കേൾപ്പിക്കുന്ന അത് കേട്ട് ഇങ്ങനെ അവിടെ നോക്കി നിന്നുണ്ട്. ആയിരങ്ങളാണ് പാതിരാത്രി. നിങ്ങളാണെങ്കിലോ വേണമെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ ലേഖ്യ പറഞ്ഞു നോക്കില്ലേ. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള നമുക്ക് വാസ്തവത്തിൽ എന്തുകൊണ്ട് ഈ ശബ്ദമില്ലാതെ പോയി? സ്വാമി പറഞ്ഞ പോലെ മൗഢ്യം. എന്തുകൊണ്ട് മൗഢ്യം സമ്പാദിച്ചു അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ശ്രദ്ധയില്ല, ഭക്തിയില്ല, വേണമെന്നുള്ള തോന്നലില്ല. അതുകൊണ്ടാണ് ഈ ശബ്ദമില്ലാതെ പോകുന്നത്. ഇത്രയും പേര് ഇതിൽ കൂടെ ശബ്ദം, മൈക്കിനേക്കാൾ കൂടെ ശബ്ദം ഉണ്ടാവും. അടുത്തത് ഗണപതി, വലത്തും താഴത്തും. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം വ്യാം
നമഃ. ഓം യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഈ മന്ത്രം ചില ഈ സിനിമ പാട്ടുകാരിങ്ങനെ ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത് പലയിടത്തും ഇങ്ങനെ പാടിക്കെട്ടു. ഈ പറഞ്ഞ ക്ഷേത്ര അന്തരീക്ഷത്തിൽ നമുക്ക് പാടാനാണ് ബുദ്ധിമുട്ട്. ഗായത്രി മന്ത്രം യേശുദാസിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉച്ചത്തിൽ പാടി കേൾക്കുന്നുണ്ട്. നമുക്ക് പാടാനാണോ അല്ലെങ്കിൽ നമുക്ക് ജപിക്കാനാണ് ബുദ്ധിമുട്ട്. മൃത്യുഞ്ജയ മന്ത്രം സുഗന്ധി പുഷ്ടിവർദ്ധനം ഇത് ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പാടി ലോകം മുഴുവൻ ഇങ്ങനെ പ്രസരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനും പാടാനുമാണ് ബുദ്ധിമുട്ട്. അത് മാറണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 5 മന്ത്രങ്ങളും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. വിജയദശമി ദിവസം നമ്മൾ എഴുത്തിനിരുത്തുമ്പോഴും എഴുത്തിനിരിക്കുമ്പോഴും നമ്മൾ എല്ലാ തരത്തിലും വിദ്യയ്ക്ക് വേണ്ടി ആരംഭം കുറിക്കുമ്പോൾ ഈ 5 പേരെയും മറക്കാതിരിക്കുക. ഓം ഗം ഗുരുഭ്യോ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം സം സരസ്വത്യേ നമഃ, ഓം യം വേദവ്യാസായ നമഃ, ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഇനി നമ്മുടെ ദേവിയെ സ്മരിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം നിർത്താം. ഒന്ന് ജപിക്കാം. ഓം ശ്രീ ഭൂതനാഥേശ്വര്യൈ നമഃ. ഓം ശ്രീ ഭൂതനാഥേശ്വര്യൈ നമഃ. ഓം ശ്രീ ഭൂതനാഥേശ്വര്യൈ നമഃ. 10 ദിവസക്കാലത്തേക്ക് നിങ്ങൾ കച്ച കെട്ടിയിരിക്കുകയാണ്. വടക്കൻ കളരിപ്പയറ്റ് സമ്പ്രദായത്തിലാണ് ഈ കച്ച കെട്ടുക. നമ്മുടെ സമ്പ്രദായത്തിൽ കാപ്പ് കെട്ടുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കാപ്പ് കെട്ടുക വ്രതം തുടങ്ങുന്നതും അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ചിഹ്നമാണ് കാപ്പ് കെട്ടുക. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇവിടെ വരുന്നവര് സാക്ഷാൽ ജഗദീശ്വരിയെ ഉപാസിച്ചുകൊണ്ട് ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാക്ഷിച്ച് പ്രവർത്തിക്കുന്നവര് ഇപ്പോൾ കച്ച കെട്ടുകയോ കാപ്പ് കെട്ടുകയോ ചെയ്തിരിക്കുകയാണ്. ഉള്ള അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് ഈ നവരാത്രി വിധാനങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് അറിയേണ്ട സംഗതികൾ അറിയാൻ കൊതിച്ചുകൊണ്ട് ജിജ്ഞാസയോടുകൂടി പ്രവർത്തിക്കുമെന്നുള്ളൊരു ശപഥം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഇത്തവണത്തെ ഈ നവരാത്രി കാലം ഒന്നുകൂടി ശ്രേഷ്ഠമാണ്. കൊറോണ വന്നത് അനുഗ്രഹമാണ്. ഇന്നിപ്പോൾ വാസ്തവത്തിൽ ക്ഷേത്ര അന്തരീക്ഷങ്ങളെല്ലാം തന്നെ ശുദ്ധമാണ്. ആദ്യത്തെ 3 മാസക്കാലം ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ പൊല്യൂഷൻ കുറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊല്യൂഷൻ എന്ന് പറയുന്ന അന്തരീക്ഷ മലിനീകരണം ശബ്ദമായാലും പൊടിപടലങ്ങളായാലും ഇതെല്ലാം തന്നെ ഇല്ലാത്തൊരു രീതിയിലേക്ക് വന്നു. ക്ഷേത്രത്തിൽ ഇങ്ങനെ തള്ളിക്കയറിക്കൊണ്ട് കുറേ ആൾക്കാർ അതുവിധമെല്ലാം തന്നെ കാണിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ മലിനീകരണമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാതെ അതുവിധം പുലമ്പിക്കൊണ്ട് ശബരിമലയിലേക്ക് ചെല്ലുമ്പോൾ ജനലക്ഷങ്ങളുടെ പ്രവാഹം കൊണ്ട് അവിടെ ഉണ്ടായത് മുഴുവൻ മലിനീകരണമാണ്. ഇപ്പോൾ ശുദ്ധമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ജനങ്ങളുടെ തിരക്ക് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഈശ്വരനെ തിരക്കുന്ന കാര്യം നമുക്ക് ആവശ്യം. നമ്മുടെ തിരക്കല്ല ആവശ്യം, ഈശ്വരനെ തിരക്കുന്ന കാര്യം അന്വേഷിക്കുക. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ഗോഡ്, ഈ പറയുന്ന ഈശ്വരനാരെ ഞാൻ ആരെ എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വരട്ടെ. അതിൽ അനുഗ്രഹിക്കട്ടെ. ഇത്തവണത്തെ ഈ നവാഹം എല്ലാ തരത്തിലും ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടദേവത, ഈ പ്രദേശത്തിൻ്റെ അതിദേവത, നമ്മുടെ എല്ലാം തന്നെ അനുഗ്രഹദാതാവായിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരി, സാക്ഷാൽ പരമേശ്വരി ആയിരിക്കുന്ന സരസ്വതി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.